എല്ലാവർക്കും കിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഗണിത കിസ്സാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂക്ലിഡ്. ദ ലൈസിയം എന്ന ഗണിതശാസ്ത്ര വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ബേസ് പാസ്കൽ. സങ്കലന ചിഹ്നം, വ്യവകലന ചിഹ്നം ഇവ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോഹൻ വിഡ്മാൻ. പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ്. ആരാണ് ഇദ്ദേഹം? ഉത്തരം ഒമർ ഖയാം. ശ്രീനിവാസ രാമാനുജൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഹാർഡി. ആര്യഭടൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ആര്യഭടീയം. ദശാംശ ചിഹ്നം ഉപയോഗിച്ച് ആദ്യമായി സംഖ്യ എഴുതിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പെല്ലോസ് പെല്ലിസാറ്റി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗണിത അധ്യാപിക ആരാണ്? ഉത്തരം ഹിപ്പേഷ്യ. ഭാരതത്തിലെ പ്രസിദ്ധ സംഖ്യാശാസ്ത്രജ്ഞൻ? ഉത്തരം DR കാപ്രേക്കർ. സമചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് റിക്കാർഡ്. ഹരണചിഹ്നം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോൺ പൈൽ. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം യുക്തിഭാഷ. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷയുടെ കർത്താവ്? ഉത്തരം ബ്രഹ്മദത്തൻ. ഗണിത സാരസംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹാവീരൻ. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബമേതാണ്? ഉത്തരം ബെർണൗലി കുടുംബം. സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം കപിലൻ. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 22. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം കാൾ ഫെഡറിക് ഗൗസ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ്? ഉത്തരം 2.
ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം 625. ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏതാണ്? ഉത്തരം 2012. മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം മാത്തമാറ്റ. സുവർണ ജൂബിലി എത്രാം വാർഷികം? ഉത്തരം 50. വജ്ര ജൂബിലി എത്രാം വാർഷികം? ഉത്തരം 60. കമ്പ്യൂട്ടറിൻ്റെ ഹൃദയമായി കണക്കാക്കുന്ന ഭാഗമാണ്? ഉത്തരം CPU. കമ്പ്യൂട്ടറിൻ്റെ കമ്പൈലർ എന്ന ഭാഗം വികസിപ്പിച്ചെടുത്തതായി? ഉത്തരം ഗ്രേസ് മുറേ ഹോപ്പർ. ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു പൂർണ്ണ ദിവസത്തിൽ എത്ര ഡിഗ്രി കറങ്ങിയിരിക്കും? ഉത്തരം 8640. സംഖ്യകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം ന്യൂമറലുകൾ. സമചതുര സ്തൂപികയ്ക്ക് പാർശ്വവക്കുകൾ എത്ര? ഉത്തരം 4. സമചതുര സ്തംഭത്തിന് പാർശ്വവക്കുകൾ എത്ര? ഉത്തരം 4. ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികാട്ടി പ്രോബബിലിറ്റിയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സിസീറോ. 40 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് 7 കിലോഗ്രാം വർദ്ധിച്ചാൽ വർധനവ് എത്ര ശതമാനം? ഉത്തരം 17.5. ലോജിക് എന്ന പഠന ശാഖയുടെ പിതാവായി കണക്കാക്കുന്നതാരെ? ഉത്തരം അരിസ്റ്റോട്ടിൽ. സമപാർശ്വ ത്രികോണങ്ങളുടെ പാദകോണുകൾ തുല്യം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം തെയിൽസ്.